Пара? Нет, понимаю. Кива? А как тебя зовут? Мухаммад Ясин. Мухаммад Ясин. സംഭവമൊക്കെ ഇഷ്ടമായിക്കിനെ. സ്പൾബർ കൂടെ ഉണ്ട്. സ്പൾബർ തുറന്ന വാടെ ഇവരുണ്ടല്ലോ. ഇതുണ്ടോ എല്ലാവർക്കും ഇവിടെ കാണിക്കി മുട്ടായി. കൂടുതൽ മിഠായി ആരെടുക്കുന്നോ അത്രയും സന്തോഷം. ഇതുവരെ യുദ്ധത്തിന് പോകുമ്പോ ഇവിടുത്തെ പടയാളികള് അതിങ്ങനെ ഒരു ബോട്ടിലാണ്. അത് പറഞ്ഞപ്പെടുന്ന വെച്ചാല് ആ ബോട്ടിൽ എത്ര വെള്ളം കുടിച്ചാലും അത് തീരൂല. നമ്മളെ ഈ ചാനല് 1 മില്യൺ ആയപ്പോൾ ഞാൻ എല്ലാവർക്കും ഒരു സമ്മാനം കൊടുക്കാമെന്ന് അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു വീഡിയോ 1 ലക്ഷം വ്യൂ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരാൾക്ക് ഞാൻ 5000 രൂപ ഗൂഗിൾ പേ ചെയ്തു തരും. അപ്പം എനിക്ക് വിന്നറെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇഷ്ടമുള്ളത് കമൻറ്റ് ചെയ്യുക. എത്രത്തോളം കമൻറ്റ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾ വിന്നറാവാനുള്ള ചാൻസൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു സമ്മാനമാണ്. സോ ഈ വീഡിയോ ഷെയർ ചെയ്യുക, മാക്സിമം കമൻറ്റ് ചെയ്യുക. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം കസാക്കിസ്ഥാൻ, അൽമാട്ടി. ഞാൻ അൽമാട്ടിയിലാണ് ഉള്ളത്. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്യുവർ എത്നിക് വില്ലേജ്, ഇവിടുത്തെ ഒരു പണ്ടത്തെ കാലത്തെ ഒരു വില്ലേജിലോട്ട് പോവുകയാണ്. നമ്മളെ യാസിൻ ബ്ലോഗ് ഫേമസ് ഫോർ വില്ലേജ് ലൈഫ്. സോ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. സോ രാവിലെ 9 മണിയായി. ഇവിടുന്ന് ഒരു 19 കിലോമീറ്റർ നമുക്ക് പോകാനുണ്ട്. എത്നിക് വില്ലേജ് എന്ന് തന്നെയാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ഡിഗർമെൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് നമ്മളെ മുനീസാണ്. നമ്മൾ ഫസ്റ്റ് ദിവസം ഓർമ്മയില്ലേ, അവനെ കണ്ട ഓർമ്മയില്ലേ? അപ്പോൾ അവനാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എവിടെ ഇരിക്കുക? അവിടെ ഇരിക്കാം. ഇവിടെ ഇരുന്നാലോ? അപ്പോൾ ഡിഗർമാൻ എല്ലായിടത്തും ഉണ്ടല്ലോ ഇവിടെ, ഫേമസാ? ഓക്കെ. ഡിഗർമാൻ എന്ന് പറഞ്ഞ ഒരു ഷോപ്പാണ്. ബ്രേക്ക്ഫാസ്റ്റിനാണോ അല്ല ഫുൾ ടൈം നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലമാണ് ഡിഗർമാൻ. നല്ല പേര് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ എന്താ കഴിക്കാൻ പറ്റണേ, ഇവിടെ എന്താ ബ്രേക്ക്ഫാസ്റ്റിന് കിട്ടുക എന്ന് ഒരു ഐഡിയ ഇല്ല. ഇവരങ്ങനെ നമ്മളെപ്പോലെ ദോശ, പുട്ട്, കടല എന്നല്ല, സോംസ, അങ്ങനെ പലതരം വെറൈറ്റീസ് ആയിരിക്കും. ലെറ്റ്സ് സീ. നമ്മുടെ ഭക്ഷണം വന്നിട്ടുണ്ട്. ലവാഷ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, ചോറുണ്ട്. രാവിലെ 9 മണിക്ക് ആൾക്കാർ ഇതാ കഴിക്കുക ഇവിടെ. ഗൈസ്, ദേ ബിൽ ഡിഫറെൻ്റ് ആണ്. അതായത് ഒരു എല്ലാ സമയത്തും എല്ലാം കഴിക്കും, അതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് വെക്കാം. ഓൻ കഴിച്ചെന്നാണ് ഓൻ പറയണത്. ചിക്കൻ്റെ തൊലി ഇരിച്ചുകൊണ്ടെന്ന് വെച്ചാൽ നോക്കി. Guys, food is good, guys. അത് കഴിച്ച് ചേർത്തിട്ട് ബാക്കി കാഴ്ചകളാണ്. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളെ സ്പൾബർ, ഹായ് സ്പൾബർ. സ്പൾബറിൻ്റെ കൂടെയാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ. 1.5 മണിക്കൂർ എങ്ങാനും ഉണ്ട്. സ്പൾബർ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ടിരിക്കണേ. ഇവിടെ ഗൂഗിൾ മാപ്പല്ല, 2GS എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ഇതിൽ ഇതൊക്കെ ഇട്ടിട്ട് അപ്പം നമ്മൾ യാത്ര തുടങ്ങുകയാണ്. ഇപ്പോൾ സിറ്റീൻ്റെ അകത്താണുള്ളത്. നമ്മൾ ഇനി സിറ്റീൻ്റെ പുറത്തോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ കസാക്കിസ്ഥാനിൽ വന്ന് യാത്ര ചെയ്യണം, ഒരു ലോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പാക്കേജിൽ വന്നിട്ട് നിങ്ങളെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങളെ ഇഷ്ടത്തിന് ഇവിടെ വന്ന് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അവർക്ക് നിങ്ങൾക്ക് പറ്റിയ കസ്റ്റമൈസ് പാക്കേജുകൾ അത് തരുന്നതായിരിക്കും. സോ എൻ്റെ ട്രസ്റ്റ് ഉണ്ട് ഈ ഒരു കമ്പനിയിൽ, കാരണം ഞാൻ ഓരോ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഇതുവരെ എല്ലാം ഓക്കെ ആണ്. സോ കോൺടാക്റ്റ് ചെയ്യുക. കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, അങ്ങനെ എല്ലായിടത്തേക്കും. അപ്പം ഇന്നും നല്ലൊരു കാലാവസ്ഥയാണ്. നമ്മളിപ്പം ടൗണ് വിട്ട് പിന്നെ ഗ്രാമങ്ങളിലോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടൗൺ ഒറ്റപാടാണ് കേട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ വീടുകൾ, ഒറ്റപ്പെട്ട വീടുകൾ. അതായത് ഫ്ലാറ്റ് അങ്ങനത്തെ സമുച്ചയങ്ങളൊക്കെ വിട്ട് നമ്മളൊരു എന്താ പറയുക, ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനത്തെ ആൾക്കാർ. ചിലവർ നല്ല റിച്ചാണ്. അപ്പം ഓരോതൊക്കെ വലിയ വലിയ വീടുകൾ, അതിൻ്റെ അടുത്ത് കുഞ്ഞു വീടുകൾ, എല്ലാ ടൈപ്പിലും. എല്ലാ വീടിൻ്റെയും മേൽഭാഗം ഇങ്ങനെ ചെരിച്ചിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ നല്ല മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങളായതുകൊണ്ട്
അങ്ങനെയാണ്. പിന്നെ കസാക്കിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്ത് ഫെസിലിറ്റീസ് ഗവൺമെൻറ് കൊടുക്കുന്ന 1, 2, 3 6 ലൈൻ റോഡാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അടിപൊളി റോഡൊക്കെ, അടിപൊളി റോഡാണ്. എല്ലായിടത്തും പോയാലും ഇതുപോലെ തന്നെയാണെന്നാണ് പറഞ്ഞു കേട്ടുള്ളത്. അപ്പോൾ സ്പൾബർ നല്ലൊരു പോക്കാണ് പോണത്. 66-67 കിലോമീറ്റർ സ്പീഡിലാണ് സ്പൾബറിൻ്റെ പോക്ക്. പിന്നെ ഇവിടെ എല്ലായിടത്തും ക്യാമറയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച് പണിയാണ്. റോഡ് ക്രോസ് ചെയ്യാൻ മേൽപ്പാലം എല്ലാം സെറ്റപ്പ് ഉണ്ട്. പിന്നെ ബോർഡൊക്കെ ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കസാക്ക് അല്ലെങ്കിൽ റഷ്യൻ. ഇംഗ്ലീഷിലൊക്കെ ബോർഡ് കാണാൻ ചുരുക്കമാണ്. ഇംഗ്ലീഷ് ആരും ഇവിടെ സംസാരിക്കാറില്ല പൊതുവെ. ഞാൻ പറഞ്ഞത് തിരിച്ചെടുക്കുകയാണ് ഗൈസ്. ഇവിടെ എത്തിയപ്പോൾ ഫുള്ള് കോടമഞ്ഞിൻ ഹോയ് ആയി തുടങ്ങിയിരിക്കുന്നുണ്ടോ. ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ വെയിലുണ്ട് പോകും, പകരം കോടമഞ്ഞാവും. ഓ, ഇത് സ്റ്റേഡിയാ അറീന ഇയാൾക്ക് ഇത് ഇവിടുത്തെ സ്റ്റേഡിയം കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനിയും അങ്ങോട്ട് പോണ വഴിക്കുള്ള നിങ്ങൾക്കുള്ള കാഴ്ചകൾ കാണിച്ചു തന്നാണ് കേട്ടോ. ഒരു ഹൈവേന്ന് മാറി തെറ്റി അടുത്ത ഹൈവേയിലോട്ട് കയറുകയാണ് നമ്മൾ. പുറത്ത് നല്ല തണുപ്പാണ്. ഇപ്പം -2 ഡിഗ്രി സെൽഷ്യസ് ആണ് പുറത്തുള്ള തണുപ്പ് കേട്ടോ. സോ ഇങ്ങനെ പോകാം. അപ്പോൾ നമുക്കിനി പോകാൻ വെറും 20 കിലോമീറ്റർ ഉള്ളൂ. നമ്മൾ പക്ക ഗ്രാമപ്രദേശത്തിലൂടെയാണ് പോകുന്നത്. ഇവിടെ എല്ലാം മഞ്ഞെല്ലാം വീണ് കിട്ടോ. അപ്പം നാളെ കഴിഞ്ഞ് മറ്റന്നാൾ കനത്ത മഞ്ഞ് വീകുന്നാണ് പ്രഡിക്ഷൻ. സോ ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ്. നമ്മളിങ്ങനെ നിങ്ങൾ ഈ മഞ്ഞ ഇത് കാണുന്നുണ്ടോ പൈപ്പ് ലൈൻ ഇങ്ങനെ പോണത്? ഇത് ഇവിടുത്തെ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈനാണ്. അതായത് ഹീറ്റർ, അതായത് എല്ലാ വീട്ടിലോട്ടും ഗവൺമെൻറ്റിൻ്റെ വക ഹീറ്റർ ഉണ്ടാവും. അത് തണുപ്പിനെ ഇതാക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ തണുത്ത് മരിച്ചു ഇവിടുത്തെ ആൾക്കാരൊക്കെ. അപ്പോൾ ഈ ഹീറ്റർ ഇങ്ങനെ പോകും എല്ലാ വീട്ടിലോട്ടും. നമ്മളങ്ങ് ഒരു മലനിരകൾ കാണുന്നുണ്ട്. ഈ മലനിരകളുടെ അപ്പുറം നമുക്ക് കിർഗിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമാണ് വരുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. സോ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എക്സ്ട്രീം ചൂട് അല്ലെങ്കിൽ എക്സ്ട്രീം തണുപ്പ്. ഇതാണില്ലേ ഇവിടുത്തെ അവസ്ഥ. ആഗസ്റ്റ് മാസമൊക്കെ ഭയങ്കര ചൂടായിരിക്കും. ഞാൻ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിന് ഭയങ്കര ചൂടായിരുന്നു. ഈ വട്ടം ഭയങ്കര തണുപ്പ്. എന്തായാലും നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് ഈ മഞ്ഞുകാലം കൊണ്ട് ഈ മലമുകളിലൊന്നും കയറാൻ വേണ്ടി പറ്റില്ല. ഇല്ലേ നമ്മൾ കയറി അതൊക്കെ കാണിച്ചു തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാ. സോ നമുക്ക് ഇനി പോയിട്ട് എത്നിക് വില്ലേജ് എങ്ങനെയുണ്ടെന്ന് പോയി കാണാം. പോകുന്ന വഴിക്കുള്ള വഴിയാണ്. നമ്മളെ നാട്ടിലത്തെ പോലെ ഒരു സാധാരണ റോഡില്ലേ, ചെറിയ ചെറിയ കുഞ്ഞു റോഡുകൾ, നാഷണൽ ഹൈവേ, അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഈ റഷ്യ പോലെ ഫുള്ള് ബിൽഡിങ്ങുകളല്ല, ഒറ്റ സമുച്ചയത്തിലല്ല ഇവിടെ താമസം. എല്ലാവരും ഒറ്റക്കാണ്, മാറി മാറിയാണ് താമസം. നമ്മളെ നാട്ടിലത്തെ പോലെയാണ് കൂടുതൽ ട്രെൻഡ് കാണുന്നത് കേട്ടോ. വില്ലേജ് എത്താനായിക്കുന്നത് ഇനി 5 കിലോമീറ്റർ ഉള്ളൂ. വ്യൂ എന്ന് വെച്ചാൽ ബ്യൂട്ടിഫുൾ ആണ്. അതായത് നമ്മളെ ഗോപ്രോ ഇതിൽ നിങ്ങൾക്ക് ജസ്റ്റിഫൈഡ് ആണോ എന്ന് എനിക്ക് അറിയില്ല, വിഷ്വൽസ് കാണിക്കുന്നതിൽ. എൻ്റെ കണ്ണ് എനിക്ക് ജസ്റ്റിഫൈഡ് ആണ്. കാരണം അത്രക്കും ദൂരമുള്ള മലനിരകളൊക്കെ എനിക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നിങ്ങളും ഇവിടെ വന്നാലേ നിങ്ങളെ കണ്ണുകൊണ്ട് എങ്ങനെ കാണാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, സോ ഫുൾ പക്ക ഗ്രാമപ്രദേശം കേട്ടോ. പക്ക ഗ്രാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക ഗ്രാമം, അതായത് വലിയ കുന്നിൻ്റെ താഴേൽ ആൾക്കാർ ഇങ്ങനെ താമസിക്കുന്നു. പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലനിരകൾ എവിടെ വരെ പോകുന്നുണ്ട് അറിയാം, ചൈനീസ് ബോർഡർ വരെ ഇങ്ങനെ പോകുന്നു. അത്രയും ദൂരമുണ്ട് എന്നാണ് പുള്ളി പറഞ്ഞത്. അതെന്തായാലും സെറ്റ് ആയിക്കണ്. അപ്പം ബ്യൂട്ടിഫുൾ. എനിക്ക് ആ വില്ലേജ് ഒന്ന് കാണാനായിട്ട് എന്തൊക്കെയോ ആവുന്നു. പുള്ളി പരമാവധി ഞങ്ങളോട് സംസാരിക്കാൻ നോക്കുന്നുണ്ട് സ്പൾബർ. പക്ഷേ സ്പൾബറിന് ഇംഗ്ലീഷ് അറിയില്ല, ഞങ്ങൾക്ക് റഷ്യനും അറിയില്ല. അങ്ങനെ കുടുങ്ങി നിൽക്കുകയാണ് നിങ്ങൾ. ഗൈസ്, ആൽമാട്ടി എന്ന് പറഞ്ഞ നഗരത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചറിയാലോ. അതായത് ഇവർക്ക് ഇവിടുന്ന് ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ആ ഒരു ഗുണമുണ്ട് ഇവർക്ക്. പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റും. ഉസ്ബെക്കിസ്ഥാനിൽ അത് പറ്റില്ല കേട്ടോ, പെട്ടെന്ന് കവർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതായത് തഷ്കന്ത് കഴിഞ്ഞാൽ പിന്നെ സമർഖണ്ഡ്, അത് കഴിഞ്ഞാൽ ബുഹാറ കഴിഞ്ഞാൽ കിവ, അങ്ങനെ എല്ലാം ഒരു 6 മണിക്കൂർ 8 മണിക്കൂർ ഇങ്ങനെ യാത്രയുണ്ട്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരു ഡിഫറെൻറ്റ് ഡയറക്ഷനിലാണെങ്കിലും ഒരു 30 കിലോമീറ്റർ 20 കിലോമീറ്റർ 40 കിലോമീറ്റർ. അപ്പോൾ നമുക്ക് ഒരു ദിവസം തന്നെ 4-5 സ്പോട്ടുകൾ പോയി കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഒരു കുന്നും പ്രദേശത്ത് കയറുകയാണ്. അതായത് നമ്മൾ ആൽമാട്ടിയിൽ നോക്കി ഒരു മഞ്ഞോ കാര്യങ്ങളൊന്നുമില്ല, വെറും 1/2 മണിക്കൂർ വന്നപ്പോഴും വേറെ തന്നെ ഒരു ടെറൈനായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു ഏരിയ. അതാണ് ആൽമാട്ടിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം ആയി മാറിയിട്ടുള്ളത്. അതായത് ആൽമാട്ടിയാണ് ഇവിടുത്തെ മെയിൻ സിറ്റി എങ്കിലും ഇവരെ ക്യാപിറ്റൽ സിറ്റി വരുന്നത് അസ്താന എന്ന് പറയുന്ന നോർത്ത് റഷ്യക്ക് അടുത്ത് വരുന്ന സിറ്റിയാണ് കേട്ടോ.
അതാണ് ഇവരെ ക്യാപിറ്റൽ സിറ്റി ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മളത് മൗണ്ടൈൻ്റെ ഏറ്റവും മേലെ എത്തിയിരിക്കുകയാണ്. ഇതാ നമ്മൾ എത്താനായി. നമ്മളെ എത്നിക് വില്ലേജിലോട്ട് ഇനി ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ, അത്രേ കാണിക്കുന്നുള്ളൂ. സോ ലെറ്റ്സ് ഗോ. ചെറിയൊരു റൂട്ടിലോട്ട് കയറിയിരിക്കുന്നത്. എത്നിക് വില്ലേജ് ഇതാ ഇവിടെ നിന്ന് എടുത്താന്ന് പറഞ്ഞത് പുള്ളിക്കാരൻ. മരങ്ങളൊക്കെ നോക്കി ഒറ്റ ഇലകളില്ലാതെ നിൽക്കുന്ന. ഇത് കുറച്ച് കാലം കഴിഞ്ഞ് സമ്മറായി തുടങ്ങിയാൽ ഇത് ആപ്പിൾ മരമാണ്. ഇത് എന്താക്കും, ഫുള്ള് ഇലകളൊക്കെ വെച്ച് ഇതിലൊക്കെ ആപ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓൻ്റെ മോനെ എമ്മാരി വെയില, പുറത്തിറങ്ങിയ തണുപ്പും. പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ കേട്ടോ. ഒരു വണ്ടി ഇങ്ങോട്ട് വന്നാൽ ബ്ലോക്ക് ആവുമല്ലോ അല്ലേ. പക്ഷെ മഞ്ഞ് വീണ് കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനത്തെ മഞ്ഞിൽ നമ്മൾ ശരിക്കില്ല നമ്മളെ കണ്ണ് വെച്ച് നോക്കാൻ പാടില്ല. ഇത് റിഫ്ലക്ഷൻ ആയിരിക്കും, കണ്ണിന് കേടാണ്. ബേക്കറിയിൽ നിൽക്കുന്ന ഡോക്ടർ പറഞ്ഞത് കേട്ടോ. അല്ലേ ഡോക്ടർ? യെസ്. അപ്പോൾ നമ്മൾ എത്താനായിരിക്കുന്നത്. എന്തായാലും നല്ല ഭംഗിയുണ്ട്. ആരും പുറത്ത് കാണാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തണുപ്പത്ത് ആരും പുറത്തിറങ്ങി കിടക്കില്ല. അതായത് മഞ്ഞ് വെക്കുമ്പം തണുപ്പ് കുറവായിരിക്കും. ഈ വെയിലിറക്കുമ്പോണ്ടല്ലോ മൈനസിലോട്ട് ഇങ്ങനെ ഡീപ്പായിട്ട് പോവും വെതർ. അത് മഞ്ഞിൽ താമസിക്കുന്നവർക്ക് അതിൻ്റെ കണ്ടീഷൻ അറിയുള്ളൂ. അതായത് ഇങ്ങനെ വെയിലുള്ള സമയത്ത് ഈ വെയിലടിക്കുന്നവർക്ക് നമുക്ക് പിന്നെ സഹിച്ച് നിൽക്കാം. ഏതെങ്കിലും മരത്തിൻ്റെ തണലത്തൊക്കെ നമ്മൾ പോയി എന്നുണ്ടല്ലോ ഐസായി പോകും. അമ്മാതിരി തണുപ്പം. മൈനസ് ഇപ്പം പുറത്തൊരു 3-4 ഉണ്ടാവുമായിരിക്കും. നമ്മളെത്താനായിരിക്കും കേട്ടോ. അവിടെ എത്തിയിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ റിസോർട്ടുകളും വീടുകളും എല്ലാം ഉണ്ട്. ഇത് മലമുകളുടെ ഒത്തു താഴെ വരുന്ന ഒരു എത്നിക് വില്ലേജാണ്. ഇത് 11 മണിക്കാണ് തുറക്കുക. തുറന്ന പാടെ ഇവരുണ്ടല്ലോ, ഇതുണ്ടോ എല്ലാവർക്കും ഇവിടെ കാണിക്ക് മുട്ടായി. കൂടുതൽ മിഠായി ആരെടുക്കുന്നോ അത്രയും സന്തോഷം. ഇവിടുന്ന് വേറെ മലയാളിനെ കണ്ട്. പേരെന്താ? അൻസിൽ. എവിടെയാ നാട്ടില്? മഞ്ചേരി. അപ്പം ഇതൊക്കെ വീണ്ടും മുട്ടായി എറിഞ്ഞെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ ഒരു മുട്ടായി വെച്ചിട്ട് ഇംഗ്ലീഷിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ലച്ചി നമുക്ക് ഉള്ളിൽ കയറാനുള്ള സാഹചര്യം നോക്കിക്കൊണ്ടിരിക്കാൻ വെയിറ്റ് ചെയ്യും. വന്ന അവിടെ തന്നെ ഒരു കുതിരയുണ്ട്. പുള്ളി കറക്റ്റ് എത്നിക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സെറ്റപ്പിൽ ഇരിക്കുക കേട്ടോ. നമ്മൾ ഫൈനലി എത്നിക് വില്ലേജിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്. അതായത് ഇവിടെ 2 തരത്തിലാണ് നടക്കുന്നത്. അതായത് ഇവിടെ 2 തരത്തിൽ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. രാവിലെ 11 മണി മുതൽ 3 മണി വരെ ഇവിടെ ഈ വില്ലേജ് ടൂറ് പോലെ ഇവരൊരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് 2 ആൾക്കും അതിനുള്ള ടൈമില്ല. അതായത് ഞങ്ങൾക്ക് അടുത്തടുത്ത സ്ഥലങ്ങളിൽ പോകണം. നമ്മളെ ടൈറ്റ് ഷെഡ്യൂളാണ്. ആൾക്കാർ ഇവിടെ വരുമ്പം ഇതിൻ്റെ ഉള്ളിൽ സ്റ്റേ ഉണ്ട് അല്ലേ? സ്റ്റേ ഉണ്ട്. അതായത് നിങ്ങൾ ഇവിടെ കറങ്ങാൻ വരികയാണെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്ത് മൊത്തത്തിൽ കറങ്ങി അടിച്ച് കണ്ടിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 10-20 മിനിറ്റ് ടൈമുള്ളൂ. നമ്മൾ ഓരോ സ്ഥലം ഇത് ഇവിടുന്ന് കഴിഞ്ഞിട്ട് അടുത്ത വ്യൂ പോയിന്റ് വേണം, അടുത്ത സ്ഥലത്തോട്ട് പോകണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫുള്ള് കറങ്ങി അടിച്ച് കണ്ടിട്ട് നമുക്ക് പോവാം. സോ ഗൈസ് 2 മലയാളി ഗൈസ്. എവിടെ നോക്കിയാലും മലയാളികളാണല്ലോ. അപ്പം ഇതൊക്കെ ഇവിടുത്തെ പിന്നെ പണ്ടത്തെ ട്രഡീഷണൽ ഹൗസുകളാണ്. ഈ ട്രഡീഷണൽ ഹൗസിന് എന്തായിരുന്നു പറയാ? യൂർത്ത്. അതിൻ്റെ യൂർത്ത് എന്ന് പറയാനുള്ള കാരണം എന്താ? യൂർത്ത് എന്ന് പറയാനുള്ള കാരണം എന്താ അറിയില്ല. പക്ഷേ ഇതിന് കുറേ ഇതിന്റെ നടുവില് ഒരു സെന്ററിൽ ഒരു സാധനം ഉണ്ട്, ഷൺറാക്ക് എന്ന് പറയും. ഓക്കെ, അതാണ് അതിന്റെ ഡയറക്ഷൻ കാണിക്കുക. സണ്ണ് എവിടെ ഉദിക്കുന്നത് എവിടെ അസ്തമിക്കുന്നത് ആ സംഭവം ഉണ്ട് അതിന്റെ നടുവില് ഷൺറാക്ക് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതെന്താ? അത് പിന്നെ ഇങ്ങനെ മേലോട്ട് കാണാൻ വേണ്ടി പറ്റുമോ? സൂര്യൻ ഉദിക്കുമ്പോ അതിന്റെ ഇതിലൂടെ വെളിച്ചം എങ്ങോട്ടേക്കാന്നുള്ളത് കറക്റ്റ് അറിയും. പിന്നെ അതേപോലെ ഇതിന്റെ സൂര്യൻ ഉദിക്കാത്ത ദിവസം അപ്പൊ മനസ്സിലാവല്ലോ എങ്ങനെ എന്താന്ന്. പിന്നെ ഇതിന്റെ ഓരോ സാധനം ഉണ്ടല്ലോ, ഇതിന്റെ ഓരോ ഫിഗർ അതിൽ കൊടുക്കുന്ന ഓരോന്നിന്റെ എന്താ പറയാ കൾച്ചറിന് സിമ്പിൾസ് ആണ്. ഇതില് ആ താഴെ കൊടുത്തേക്കുന്നത് ഇവർ യുദ്ധത്തിൽ പോകുമ്പോ അങ്ങോട്ട് വാ ഈ പറയണേ കാണിച്ചോണ്ട് പറയാം. യുദ്ധത്തിൽ പോകുമ്പോ ഏത് സാധനം? അതായത് ഇത് സാധനമാണല്ലോ, ഇതുവരെ യുദ്ധത്തിന് പോകുമ്പോ ഇവിടുത്തെ പടയാളികള് എന്താ അതിങ്ങനെ ഒരു ബോട്ടിലാണ്. അത് പറഞ്ഞപ്പെടുന്ന വെച്ചാല് ആ ബോട്ടിൽ എത്ര വെള്ളം കുടിച്ചാലും അത് എന്താ തീരൂല. അത് എത്ര വെള്ളം കുടിച്ചാലും കുറച്ച് ബാക്കി ഉണ്ടാവും എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിന്റെ സിമ്പിളാണ് അത്. അതിന്റെ സിമ്പിളാണ്. പിന്നെ അതിന്റെ ഉള്ളില് വേറെയും കുറെ പക്ഷികളും അവിടെ എന്തൊക്കെ സിമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് കേറുമ്പോ റൈറ്റ് വെച്ച് കയറണം, കുനിഞ്ഞിട്ട് കയറണം, വലത്തേക്കാലം വെച്ച് കയറണം. റൈറ്റ് വെച്ചല്ലാണ്ട് ലെഫ്റ്റ് വെച്ച് കയറി കഴിഞ്ഞാല് അതിനെന്തോ മോശമായിട്ടുള്ള ഓമൻ ഉണ്ടെന്നാണ്. ഓക്കെ 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 ഓക്കെ. നമുക്ക് ജസ്റ്റ് തുറന്ന് നോക്കാൻ പറ്റുമോ? തുറന്ന് നോക്കാം.
ഫുള്ള് നല്ല സെറ്റപ്പ് അല്ലേ, പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ലേ? പക്ഷെ ഇപ്പോഴും ഇങ്ങനത്തെ നൊമാഡ്സ് ജീവിക്കുന്നുണ്ടോ അവിടെ? നൊമാഡ്സ് ആയിട്ടല്ല, പക്ഷെ ഉണ്ട്. ഈസ്റ്റ് കസാഖിസ്ഥാൻ ഓക്കെ ഓക്കെ ഓക്കെ. ആ പുള്ളി ചെയ്തിട്ടാണ് അതൊക്കെ ഇട്ടിട്ടാണ് കയറുന്നത്. ഇതുപോലെ തന്നെ കേട്ടോ, 1 ഉണ്ട് 2 ഉണ്ട്. അതുപോലെ അങ്ങോട്ടേക്കും ഒരുപാട് സെറ്റപ്പുകൾ ഉണ്ട് കേട്ടോ. ഇവിടെ ഇപ്പം ഫുള്ള് മഞ്ഞ് വീണ് എടുക്കുകയാണ്. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ മഞ്ഞ് ഒന്നുകൂടി കൂടും. പിന്നെ വരുന്നവർക്ക് ഇവർ ഇവിടെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ചായ അതുപോലെ എല്ലാത്താനും. ഇത് എടാ ഈ വീടിനൊക്കെ വേറെ വേറെ സ്പെഷ്യാലിറ്റി ഉണ്ടോ? ഇത് വേറെ അടുത്ത വേറെ അങ്ങനെ ഉണ്ടോ? ഒരു ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗസ്റ്റുകൾക്ക് നിൽക്കാനുള്ളതാ, വേറെ ഒന്നും അല്ലല്ലേ? ഇവിടെ ഇത് അവർക്ക് കാണിച്ചു കൊടുക്കാൻ. ഓക്കെ ഓക്കെ ഓക്കെ. ആ ഇത് ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് നിങ്ങൾക്ക് ഇതുപോലെ നിൽക്കണമെങ്കിൽ പിന്നെ ഇതുപോലത്തെ സെറ്റപ്പിൽ ഇവിടെ ഗസ്റ്റുകൾക്ക് നിൽക്കാനുള്ളൊരു സെറ്റപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് കാണുന്നത് വെച്ചാൽ ഇത് മറ്റേ ടൈപ്പ് പോലെയല്ല, ഇത് കോൺക്രീറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയത്. ഒരു നല്ല സെറ്റപ്പ് ഉണ്ട്. അതായത് ഇവിടെ നിങ്ങൾ ഗസ്റ്റായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം മൊത്തത്തിൽ അറ്റൻഡൊക്കെ ചെയ്തിട്ട് വളരെ സെറ്റപ്പിൽ പോവാം. ഇതന്നെ ഇവിടെ കാണാനുള്ളൂ കേട്ടോ. പക്ഷെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അത് ഇവരെ ട്രഡീഷണൽ പണ്ടത്തെ ഡാൻസ്, ഇവരെ ഹിസ്റ്റോറിക്കൽ പിന്നെ കാര്യങ്ങൾ, പിന്നെ കുതിര സവാരി, ഇതൊക്കെ അവർ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മളിവിടെ ടിക്കറ്റൊക്കെ എടുത്ത് ഫുള്ള് കാണിക്കണം. ഒരു 3 മണി വരെ നമ്മൾ ഇവിടെ നിൽക്കണം. അത് അതിനുള്ള ടൈം നമുക്കില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഇവിടുന്ന് പോണത് കേട്ടോ. കീവ പനിമായ കീവ ബുഹാറ нет понимая кива Не понимает, как кива. Кива Самарган Бухара. Да. Это какого зовут? Кого? Даяна. Даяна. Okay. А как тебя зовут? Мухаммад Ясин. Мухаммад Ясин. Yasin. Very beautiful name. Oh, thank you. സംഭവമൊക്കെ ഇന്നെ ഇഷ്ടമായിക്കിനെ. ഞാൻ കല്യാണം കഴിച്ചാന്ന് പറഞ്ഞോണ്ട് അവള് വിട്ട്. ഞങ്ങൾക്ക് ഭയങ്കര പാടാ. ചെലവ് കൂടുതലാ. ഡ്രസ്, 2 കോസ്മെറ്റിക്സ്, അത് കഴിഞ്ഞിട്ട് ഭക്ഷണം. എനിക്ക് അങ്ങനെ എത്ര എക്സ്പീരിയൻസ്? ഹൗ ഡു യു ഗെറ്റ് ഇത് മുന്നേ പെണ്ണ് കെട്ടിക്ക്. ഇവനെ എവിടുന്നോ പെണ്ണ് കെട്ടിക്കിന്. എനിക്ക് കസാക്കി സമയക്കുട്ടി ഉണ്ടപ്പോ. കറക്റ്റ് പറയുന്നു. വേറെ എന്തൊക്കെയാ? വേറെ ഒന്നുമില്ല, അത്രേ ഉള്ളൂ. കസാക്കിസ്ഥാൻ ലാംഗ്വേജ് അറിയാ, എല്ലാം അറിയാ. അപ്പൊ അതന്നെ ഓന്റെ ഉമ്മ വാപ്പത് കാണുന്നുണ്ടെങ്കിൽ ചെക്കനെ വേഗം നാട്ടിൽ കൊണ്ടുവന്ന വിളി ഇല്ലേട് ഒരു കസാക്കിസ്ഥാൻ പെൺകുട്ടിയായിട്ട് പോരിലെത്തും. എന്നാ ഞങ്ങള് പോട്ടെ, ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട്. ഇതെന്താടാ പുട്ടുംകുറ്റി? ചായപാത്ര കേട്ടോ, പുട്ടുംകുറ്റി വരണ്ട്. അപ്പോൾ നമ്മൾ ഈ വില്ലേജ് കണ്ടു കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. നമ്മളെ സ്പൾബർ കൂടെ ഉണ്ട്. സ്പൾബർ മീൻസ് ഗുഡ് യു നോ ഹൊറഷോ. അപ്പോൾ വി ആർ ഗോയിങ് ടു സം അതർ പ്ലേസ്. എങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കുക? റിസ്കി നെയ് പനിമായ ചൂ പനിമായ. സോ നമ്മൾ ഇവിടുന്ന് അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. പുള്ളീൻ്റെ കാർ, ഹോർഷോ കാർ, ബ്യൂട്ടിഫുൾ. Сколько? Что сколько? Тенги, кар. 10 million. Machine. 10 millions. 10 million. Guys, 10 million. Tengi. Okay. In сколько рубль? 10 тысяч. 1 million 150. 15. ഓക്കെ. 15 ലക്ഷം. ഓക്കെ, 15 ലക്ഷം ഇന്ത്യൻ പൈസ ഏകദേശം 15 ലക്ഷം. പോരട്ടോ, കുറച്ചുകൂടി കൂടുതലുണ്ടാവും. അയാൾ പറഞ്ഞ് മാറിപ്പോയതായിരിക്കും. അല്ല 15 ലക്ഷം ഉണ്ടാവുള്ളൂ. ഗൈസ്, നമ്മൾ പമ്പിൽ എണ്ണ അടിക്കാൻ വേണ്ടി വന്നാണ്. ഇവിടുത്തെ എണ്ണ പൈസ എത്രയെന്ന് പറഞ്ഞുതരാം. 205 ടെങ്കിയാണ്. അത് നാട്ടിലത്തെ 33 രൂപ വരും 1 ലിറ്ററിന്. സോ ചീപ്പ് ഗൈസ്, സോ ചീപ്പ്. വളരെ ചീപ്പായിട്ടാണ് ഇവിടെ എണ്ണ. ഇവരെന്നെ പോയിട്ട് ബില്ലടിച്ചിട്ട് ഇവിടെ വന്നിട്ട് എണ്ണ അടിക്കണം കേട്ടോ. നമ്മളെ നാട്ടിലത്തെ പോലെ എണ്ണ
അടിച്ചരാൻ ആരുമില്ല. ഓക്കെ, ഡീസൽ ഓർ പെട്രോൾ? Benzene. ബെൻസിൻ പഠിച്ചേ, പെട്രോൾ ഡീസൽ ആയിരിക്കും അല്ലേ? Benzene. ഡീസൽ, No diesel. No diesel. പെട്രോൾ. ആ ബെൻസി എന്ന് പറഞ്ഞിട്ട് അവർക്ക് എന്താ അറിയില്ല സംഭവം എന്താന്ന്, ഓരോ ലാംഗ്വേജിലാണ് പറയുന്നത്. മാലിങ്കി, ടെങ്കി, ഇന്ദിസ്കി, What? ഇന്ദിസ്കി എന്താ പറയാ, എക്സ്പെൻസീവ്. ആദ്യം ലിറ്റർ ഇന്ത്യ 100 രൂപ എന്ന് പറയുമ്പോ, എടാ 100 രൂപ എന്ന് പറഞ്ഞ എത്ര നാട്ടിലത്തെ? 110 റുപ്യ എന്ന് പറഞ്ഞ എത്ര എടാ ടെങ്കിയില്? 110 ആ 110 എന്ന് പറയുമ്പോ 600 700 ഇവിടുത്തെ 110 എന്ന് പറയുമ്പോ അറൗണ്ട് നാട്ടിലത്തെ 110 അല്ല? 110 × 5 അടി എത്ര? 500. 676 റുപ്യ. 650 650 ടെങ്കി. Oh. ഇന്ത്യക്ക് എക്സ്പെൻസീവ്. കസാക്കിസ്ഥാൻ ചീപ്പ്. ഗുഡ്. ഓർഷോ റുസ്കി. Yes. ഇറാൻ ചീപ്പ്. ഇറാനിലാണ് ഏറ്റവും ചീപ്പ് ഗൈസ്. ഇറാൻ എത്രയാണ്? 10 ടെങ്കി ഇറാൻ. അപ്പം നമ്മൾ എത്നിക് വില്ലേജ് കണ്ടു കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ രണ്ടാമത്തെ സ്പോട്ടായ കോയ് കർഗായി, അതായത് കോയിനെ കർഗായി ആയിട്ട് ചെയ്യുന്ന സ്ഥലമാണ് കോയ് കർഗായി. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 സ്റ്റാർ റിസോർട്ട് അല്ലത്, റിസോർട്ട് സ്റ്റേയും. അതായത് ഇവിടെ ഞാൻ ഇപ്പോൾ പോണ സ്ഥലങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് താമസിക്കാൻ കൊടുക്കുന്ന സ്ഥലങ്ങളും അവർ പോണ സ്ഥലങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോസിൽ കാണിക്കുന്നത് കേട്ടോ. ഈ 4-5 ദിവസം അതാണ് മെയിനായിട്ട് കാണിക്കുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് പോണത്. നേരത്തെ പോയ പോലെ തന്നെയാണ് റോഡും കാര്യങ്ങളൊക്കെ തോന്നുന്നത്, കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്, പക്ഷേ ഡിഫറെൻറ്റ് ഏരിയാസാണ്. അപ്പം കോയ്ക്കറഗായിലോട്ടാണ് പോകുന്നത്. കോയ്ക്കറഗായി എത്താനായി. വിത്തിൻ 2 kilometers വി റീച്ച് കോയ്ക്കറഗായി. അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള വിഷ്വൽസ് കാണിക്കാം. നല്ല മഞ്ഞ് പൊതിഞ്ഞ എന്താണ് മലനിരകൾ. ഈ തൊപ്പി ഇവിടെ വെക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. തൊപ്പിയിലിട്ട് പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിൽ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു. അപ്പോൾ നമ്മൾ റിസോർട്ടിലേക്കല്ല പോണത്, ഫസ്റ്റ് നമ്മൾ പള്ളിക്കാണ് പോണത്. നമ്മളെ പിന്നെ ഡ്രൈവർ സ്പൾബർ ആള് നല്ലൊരു വിശ്വാസിയാണ്. ഇവൻ 100 വട്ടം പറഞ്ഞ് പള്ളിയിൽ പോകണ്ടാന്ന്. ഞാനും സ്പൾബറും പറഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് വിശ്വാസമെല്ലാം ഉണ്ട്, ഞങ്ങൾക്ക് പള്ളിയിൽ പോകണം എന്ന്. അങ്ങനെ പള്ളി എൻ്റെ ഉമ്മ കാണുന്നുണ്ടോ? അത് എൻ്റെ ഉമ്മയും വാപ്പെല്ലാം കാണുന്നുണ്ട്. പറയണം മോനെ ഒന്നുകൂടി മദർസിലേക്ക് വിടണം. വെറുതെ പറഞ്ഞ കേട്ടോ, തമാശ പറഞ്ഞാണേ, സീരിയസ് ആക്കല്ലേ. പള്ളി ഇവരൊരു ട്രഡീഷണൽ സെറ്റപ്പിലല്ലേ, പള്ളീൻ്റെ ഉള്ളിൽ വീഡിയോ എടുത്ത് അടിയുള്ളൂ. അപ്പോൾ ഇതാണ് പള്ളി കേട്ടോ. ആപ്പിളെല്ലാം ഉണ്ട്. അപ്പം നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ഒന്നൊക്കെ എടുത്തിട്ട് എന്താക്കാം പള്ളീൻ്റെ ഉള്ളിൽ കയറാം. ഞങ്ങൾ പള്ളി കയറി ഇറങ്ങി. പള്ളിയിൽ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. ഇന്ന് പള്ളീൻ്റെ ഇമാമിൻ്റെ വിഷയം എന്തായിരുന്നു അറിയാം? ഫോൺ യൂസ് ചെയ്യുന്നതും ക്യാമറ യൂസ് ചെയ്യുന്നതൊക്കെ ചർച്ച. അപ്പം ഞങ്ങൾ അടക്കം എടുത്തിട്ട് ക്യാമറ എല്ലാം യൂസ് ചെയ്താൽ പള്ളിയിൽ നിന്ന് പുറത്താക്കും. അതുകൊണ്ട് ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഷൂട്ടിങ് നടന്നില്ല. അപ്പം നമ്മളെ സ്പൾബർ ഭയങ്കര ദീനിയാണ്, മൂപ്പര് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഞങ്ങളാദ്യം ഇറങ്ങി. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് റിസോർട്ടിൽ പോവാം. ഫൈനലി എന്താ ഓയ്ക്കറഗൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെയും ഇതൊക്കെ തന്നെ ഒരു ഇന്നലെ ഞങ്ങൾ പോയ ഷിംബുലാക്ക് തന്നെയാണ്, അതുപോലത്തെ ഒരു ഫീലിങ്സ് ഉണ്ട്. ഇവിടെയും ഇതുപോലെ സ്കേറ്റിങ് അങ്ങനത്തെ എല്ലാ പരിപാടികളും നടക്കും. പക്ഷെ ഇവിടെ നല്ല സ്റ്റേ ഉണ്ട്, പിന്നെ അതുപോലെ കഫേ, റെസ്റ്റോറൻറ്റ്സ്, അങ്ങനെ ഒരുവിധ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ടിക്കറ്റ് ഒന്നും എടുക്കാതെ കയറി എല്ലാം കാണാം. റിസോർട്ടിൽ വേണേൽ സ്റ്റേ ചെയ്യാം, ഇല്ലെങ്കിൽ റിസോർട്ടിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ആക്ടിവിറ്റീസിൽ നമുക്ക് പങ്കെടുക്കാം. അതിന് മാത്രം നമ്മൾ എന്താക്കിയാൽ മതി, പൈസ കൊടുത്താൽ മതി. പിന്നെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇല്ലാണ്ട് ഇതിൻ്റെ അകത്തോട്ട് കയറാൻ എക്സ്ട്രാ ഫീസോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒരു ഗുണമുണ്ട്. കുഞ്ഞുങ്ങളെല്ലാം ഇതിപ്പോൾ വെള്ളിയാഴ്ച പള്ളി ടൈം ആയിട്ടാന്ന് തോന്നണേ ഇവിടെ ഒന്നും ആരെയും കാണാത്ത. പള്ളി കഴിഞ്ഞ അവിടെ ഞങ്ങൾ ഇറങ്ങിയതാണല്ലോ. സോ അതാണ്
നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ബ്യൂട്ടിഫുൾ. സിംഗോ, ബ്യൂട്ടിഫുൾ എന്താ പറയാ? ക്രസീവായ ഗൈസ്, ക്രസീവായ അതായത് ബ്യൂട്ടിഫുൾ. അടിപൊളി അടിപൊളി, നല്ല രസമുണ്ട് കാണാൻ. ഇവിടെയൊക്കെ വരികയാണെങ്കിലല്ല കപ്പിൾസിന് ഫോട്ടോ എടുത്ത് മരിക്കലേ. ഏറ്റവും ഈ കസാക്കിസ്ഥാൻ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് ഇന്ത്യക്കാർക്ക് വിസ വേണ്ട ഇങ്ങോട്ട് വരാൻ. അതുപോലെ ഡൽഹിയിൽ നിന്ന് $100 അത്രേ വരുന്നുള്ളൂ എന്ത് ടിക്കറ്റ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു 20,000 രൂപക്ക് നിങ്ങൾക്ക് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് കിട്ടും ഡൽഹിയിൽ നിന്ന്. നമ്മൾ എറണാകുളത്തുനിന്ന് വരുമ്പോഴാണ് സീന്. ദുബായിക്കാർക്ക് അതിനും കുറച്ച് കിട്ടും. വിസ എയറിലൊക്കെ വരികയാണെങ്കിൽ $50 $60 ആ റേറ്റിന് ഇപ്പോൾ കിട്ടും. അതുകൊണ്ട് കം ടു കസാക്കിസ്ഥാൻ. മോഷ്ന എന്നൊക്കെ പറഞ്ഞ എന്താ അറിയോ? ഇനി ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ബേക്കിലൊരു വണ്ടി ഉണ്ട് തോന്നുന്നു. അല്ല, മുന്നത്തെ വണ്ടിയാണ് ഓണടിക്കുന്നത്. ഇവരൊന്നും പള്ളിയിൽ പോവാതെ ഇവിടെ ഇരിക്കുക. ജുമനിയത്തു ഒന്ന് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. അപ്പോൾ എന്തോ ചോദിക്കുന്നുണ്ട്, ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഗൈസ് ഫൈനലി നമ്മളെ സ്പോട്ടിലെത്താനായി. ഇവിടെ എത്തിയപ്പോഴുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ ആ മലേൻ്റെ അപ്പുറത്ത് കിടക്കുകയാണ്. അതായത് ഇവിടെ 3:30 ആകുമ്പത്തേനും വെളിച്ചൊക്കെ പോട്ടോ. 3:30-4 മണിയാകുമ്പോൾ സൂര്യൻ അപ്പുറത്ത് കിടക്കുകയാണ്. നമുക്ക് ഇങ്ങനെ പോയിട്ട് ഇതിലെങ്ങനെ പോയിട്ട് അതിലെങ്ങനെ വരണം. കാറിന് 2000 ടെങ്കി, മൺഡേ ടു ഫ്രൈഡേ, ശനി ഞായറും 3000 ടെങ്കി, 3000 5000. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ടിക്കറ്റ് എടുക്കുക, അതിലിങ്ങനെ നിൽക്കുക, അപ്പോൾ വരും. ഓക്കെ ഓക്കെ, അടിപൊളി കേട്ടോ. എടാ ഇവിടെ സ്റ്റേ ചെയ്യാൻ നല്ലൊരു ഭംഗിയല്ല ഉണ്ടാവില്ലേ? അടിപൊളിയാ. സ്പാ ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയാണ് ഹോട്ട് സ്പ്രിംഗ് ഉള്ളത്. ഇവിടെ ഒരു ദിവസം സ്റ്റേന് 60,000 ടെങ്കി വരുന്നത്. 60,000 ടെങ്കി എത്രയാ? 60,000 ടെങ്കി ഡിപ്പെൻസ്. സീസൺ അനുസരിച്ച് മാറും. പിന്നെ നമ്മൾ എടുക്കുന്ന റൂം അനുസരിച്ച് മാറും. ഏട്ടാ ആ സ്റ്റേ നോക്ക്, മലേന്റെ സൈഡില് പൊളി. ഏതോ യൂറോപ്പിലെല്ലാം പോയാലുണ്ട് കേട്ടോ. നല്ല ഭംഗി പിടിച്ച സ്ഥലം. ഇത് മിസ് ചെയ്യരുത് കേട്ടോ. വന്നു കഴിഞ്ഞാൽ കണ്ണിനിങ്ങനെ കുളിർമ കിട്ടുന്ന കുറച്ച് സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇടിച്ചിട്ട് അവനെ. ഒരു ചിരിക്കുക, ഞാനത് പറഞ്ഞിട്ട് ഇടിച്ചിട്ട് എല്ലാവരും ഇടിച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇനി ഇറങ്ങിയിട്ട് ഒന്ന് കറങ്ങി അടിച്ച് കാണാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് കസാക്കിസ്ഥാനിൽ വരുമ്പം, ആൽമാട്ടി വരുമ്പം ഒന്നെങ്കിൽ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ തരുന്നത് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാനാ. ഈ റിസോർട്ടുകളിൽ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയോടുകൂടി സ്റ്റേ ചെയ്യാം. ഇല്ലെങ്കിൽ ഇങ്ങനെ ഈ മാൽദീവ്സിലൊക്കെ പോലെ, അതായത് ടൗണിൽ കുറച്ച് വില കുറഞ്ഞ് നിന്നിട്ട് ഇവിടെ വന്നിട്ട് എന്താക്കുക, ഇതൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കറങ്ങി അടിച്ച് റിസോർട്ടിൻ്റെ പിന്നെ സ്കേറ്റിങ്ങോ പിന്നെ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇവിടെ വന്നിട്ട് ചെയ്യാം. മൊത്തത്തിൽ സ്ഥലം അടിപൊളി കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഹ്യൂജ്, കൊള്ളാം. അയ്യോ, ഈ റിസോർട്ട് മെയിനായിട്ട് കപ്പിൾസിന് വേണ്ടിയിട്ടാണെന്നാണ് ഓൻ പറയണത്. ഓൻ്റെ ലവറായിട്ട് 2-3 വട്ടം വന്നിട്ട് വെറുതെ പറയുന്ന കേട്ടോ. ഞാൻ വീഡിയോ രസാക്കാൻ വേണ്ടിയിട്ട് പറയുന്ന. ഓൻ്റെ അമ്മ ഇനിയിപ്പോൾ വിളിച്ചിട്ട് അവനെ, എൻ്റെ ഉമ്മക്ക് അയച്ചു കൊടുക്കോ ലിങ്ക്? ഉറപ്പല്ലേ? അപ്പം ഉമ്മ ഇവനൊന്ന് സൂക്ഷിക്കോ. ഇവന് ഒരു ലൈനെല്ലാം ഇവിടെ ഉണ്ട്. ഫോണിൽ ഫുൾ ടൈം ഫോണിലാ. ഞാനെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ഓളോടും സംസാരിക്കട്ടെ. ഓ, ഇവിടെ ഉണ്ടല്ലേ കേബിൾ കാറല്ലോ. ഇവിടെയും കേബിൾ കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കയറിയോണ്ട് നമ്മളിവിടെ കേബിൾ കാറിൽ കയറുന്നില്ല. നമ്മളിപ്പോൾ 2 മലയാളികളെ കണ്ടില്ലേ? എല്ലായിടത്തും ഉണ്ട് കേട്ടോ മലയാളികൾ. ഒരു ദുബായിൽ നിന്ന് വന്നാന്ന് തോന്നുന്നു.
ഏറ്റവും കൂടുതൽ ആൾക്കാർ ദുബായിൽ നിന്ന് വരുന്ന ഇവിടെ മൊത്തം ഇരുന്ന് കണ്ട് നടക്കുക. ഇതെന്താ പറയുക, ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാൻ തന്നെ നമുക്ക് ഒരുപാട് സ്പേസ് ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ ചായ കുടിക്കാനിരിക്കാം. പക്ഷേ ഈ മഞ്ഞായം കൊണ്ടാണ് ആരും ചായ കുടിക്കാനിരിക്കാതെ. ഇതാ ഇത്രയും കാണാനുണ്ട്. ഇത്രയും ഈ ബിൽഡിങ്ങിന് എത്ര 34-38 സ്പോട്ടുകൾ, 39 സ്പോട്ടുകൾ നമുക്ക് കാണാനുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അത്രത്തോളം സ്ഥലങ്ങളുണ്ട് കേട്ടോ കാണാൻ. വാവ്, പക്ഷെ നല്ല രസമുണ്ടാ. ക്യാമറയിലും രസമുണ്ട്, നമുക്ക് കാണാനും രസമുണ്ട്. ക്യാമറ ഇപ്പോൾ തണുത്തിട്ട് ഓഫായി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ റിസോർട്ടുകളാണ്. ഓരോ സ്റ്റേയിന്, അതായത് ഇവിടെ സ്റ്റേ ചെയ്യുമ്പോൾ കുറച്ച് പൈസ കുറയും. ഇനി കുന്നിൻ്റെ മേലേക്ക് പോയിട്ട് അവിടെ വേറെ സ്റ്റേ ഉണ്ടാവും. ഓരോ സ്ഥലത്ത് ഓരോ റേറ്റ് അനുസരിച്ച്. നല്ല മഞ്ഞിൽ താമസിക്കാൻ അത് പൊളിയും, ഒരു രക്ഷയില്ല. ഞാൻ പറയാം, ഈ വിൻ്ററിൽ ആരെങ്കിലും കപ്പിൾസായിട്ട് കസാക്കിസ്ഥാനിലോട്ട് വരികയാണെങ്കിൽ മസ്റ്റ് ഇവിടെ തണുത്തറിഞ്ഞ് നല്ല വൈബിൽ അടിച്ച് പൊളിക്കാം കേട്ടോ. സത്യം പറയാലോ, വേറെ ലെവലാവും. കല്യാണം കഴിച്ച കപ്പിൾസിനും കല്യാണം കഴിക്കാത്ത കപ്പിൾസിനും അങ്ങനെ ഞാൻ പറയാൻ പാടില്ല. ഇവനെ പോലത്തെ ആൾക്കാർ കല്യാണം കഴിക്കാത്ത കപ്പിൾസിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ മേലെ കൂടെ ഒക്കെ നമുക്ക് എന്താക്കാം, ഇങ്ങനെ നടന്ന് കളിക്കാൻ പറ്റുന്ന ആ സാധനങ്ങളാണ്. പക്ഷെ ഇപ്പോൾ തണുപ്പായതുകൊണ്ടാണ് ആരെയും ഇതിന് മേലൊന്നും കാണാത്തേ. അല്ലേ അല്ലേ പറ്റൂടാ, പറ്റൂലേ? പറ്റും, ഇല്ല നോട്ടെ, ഇല്ലടാ, പറ്റും തോന്നുന്നില്ല. ഞാനൊരു പഞ്ചിന് പറഞ്ഞല്ലേ, ഇനിയത് ഇങ്ങനെ ഇവിടെ ഫുള്ള് ഇവിടെ ക്രിസ്മസ് ട്രീ അല്ലേ മൊത്തം. ആ ബെസ്റ്റ്. ഇവിടെ മനുഷ്യപ്പം തണുത്തിട്ട് തിരിച്ചു പോവാന്ന് പറയാൻ നിൽക്കുകയാണ് ഞാൻ. അൽഹംദുലില്ലാ. ഇവിടെ എല്ലാവരും നമ്മളെ കണ്ടുകഴിഞ്ഞാൽ ഇങ്ങനെ ആക്കും കേട്ടോ. സ്നീയിങ് ഏരിയ ഒക്കെ. ഓ ഇതാ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ടൂറിസ്റ്റ് ഹട്ട് ഉണ്ട്. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. തണുപ്പ് കാരണം നമുക്ക് അത്ര കണ്ട് നടക്കാൻ വേണ്ടി പറ്റില്ല. ഇതാ സ്നീയിങ് നടക്കുന്ന കാര്യങ്ങൾ, സ്ഥലങ്ങളൊക്കെ ഇതൊക്കെ നമുക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ കയറി ചെയ്യാം. പിന്നെ ഇവിടെ റിസോർട്ടിൽ സ്റ്റേ ഉള്ളവർക്ക് ഇതൊക്കെ ഫ്രീ ആണ് കേട്ടോ. അവർക്ക് ഇത് ചെയ്യാം കേട്ടോ. സ്റ്റേ എടുക്കുന്നവർക്ക് ഇതൊക്കെ ഫുൾ അവൈലബിലിറ്റി ഉണ്ടാവും ഇല്ലേ? പാക്കേജ് ചെയ്യാൻ പറ്റും. യെസ്, അങ്ങനെ ചെയ്യണമെങ്കിൽ കോണ്ടാക്ട് നമ്പർ ഇതിലുണ്ട്, കോണ്ടാക്ട് ചെയ്യാം. നമ്മൾ അടുത്തൊരു ടൈപ്പ് സ്റ്റേ കൂടി കണ്ട്. അതായത് ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ട് യോട്ട്സ് എന്നല്ല പറയാന്, അതായത് ട്രഡീഷണൽ ടെൻറ്റിൽ സ്റ്റേ, മഞ്ഞിൽ കുളിച്ചിട്ട് ഒരു സ്റ്റേ. മോനെ പൊളി പൊളി, ആ തകർപ്പൻ സ്റ്റേ ആയിരിക്കും കേട്ടോ. ഇതിനകത്തൊക്കെ കിടക്കുകയാണെങ്കിൽ മസ്കം ഗൈസ്, മസ്കം. അപ്പോൾ ഗൈസ് നമ്മൾ മൊത്തം കണ്ട് തീർത്തിട്ടൊന്നുമില്ല. നമ്മൾ ഒരുവിധം മെയിനായിട്ട് ആൾക്കാർ പോയി നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ പോയി നിന്ന് ഷൂട്ട് ചെയ്തിരിക്കണേ. അപ്പോൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ എന്തായാലും വരണം കേട്ടോ. നിങ്ങൾ സ്റ്റേ ചെയ്യാൻ ഞാനങ്ങനെ റെക്കമെൻഡ് ചെയ്യലില്ല പല സ്ഥലത്തും. പക്ഷേ ഇത് ഇഷ്ടപ്പെട്ടു കപ്പിൾസിന്. അതായത് എൻ്റെ വൈബിന് പറ്റില്ല കേട്ടോ, നമ്മളെ തന്ത വൈബ് പറ്റില്ല. അതായത് കപ്പിൾസ് വൈബൊക്കെ ഇല്ലേ, ഓർക്കൊക്കെ നല്ല ഇതായിരിക്കും. പിന്നെ ചെക്കന്മാരൊക്കെ ആയിട്ട് വരിക, അടിച്ച് പൊളിക്കുക, അങ്ങനെ ആൾക്കാർക്കൊക്കെ നല്ല വൈബ് ഉണ്ടാവും ഇവിടെ. ഇതൊക്കെ ഫയർ ഉണ്ടാവും എന്നൊക്കെ എഴുതി കാണിക്കുന്നത്. അത് ചൂട് കാലത്താണ് ആ പ്രശ്നം വരുന്നത്. ചൂട് കാലത്ത് ഒടുക്കത്തെ ചൂടായിരിക്കും, ഈ സമയത്ത് നല്ല തണുപ്പും. അങ്ങനെ ഇത് മഞ്ഞെടുത്ത് കളയുന്ന വണ്ടി കേട്ടോ. അത് ചെറിയ കുഞ്ഞി ട്രാക്ടർ അല്ല, JCB. അപ്പം നമ്മളിനി ഇവിടുന്ന് ഇറങ്ങിയാണ്. നമ്മളെ സ്പൾബറിനെ വിളിക്കണം. സ്പൾബർ വരും. സ്പൾബർ കൂട്ടിയിട്ട് നമ്മളിനി ആൽമാട്ടിയിലോട്ട് കൊണ്ടുപോകും. അരമണിക്കൂർ കൊണ്ട് നമ്മൾ സിറ്റിയിലെത്തും. അതാണ് നമ്മളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നാൽ പുള്ളിക്ക് നമ്മൾ ബട്ടർ നാൻ ബട്ടർ ചിക്കൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് താലിയിൽ എന്തൊക്കെയുണ്ട് അറിയാം?
പച്ചക്കറി, ചിക്കൻ, വേറെ ചിക്കൻ, പരിപ്പ്, ദാല്, ഇത് കണ്ടമാനം ഐറ്റംസ് ഉണ്ട്. ആഹാ, ഇവർ രണ്ടാളും പാവങ്ങൾ. ബട്ടർ ചിക്കനും ചോറും. ഇതിൻ്റെ വില കേട്ടാൽ നിങ്ങൾ നെട്ടും. 5000 ടെങ്കി, 900 രൂപ, 900 സംതിങ്. ഇനി ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഒരു കഥ പറയാം. ഇപ്പം ഇവിടുന്ന് പറയാൻ പറ്റില്ല. ടേസ്റ്റ് അല്ലേ? ഗുഡ്. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ പറയാവുന്നൊരു കാര്യം വേറൊന്നുമില്ല. നിങ്ങളൊരു രാജ്യത്ത് വരുമ്പോൾ ആ രാജ്യത്തിൻ്റെ ഫുഡ് കഴിക്കുക. ഒരാഴ്ചക്കൊക്കെ വരികയാണെങ്കിൽ എന്തായാലും ഇന്ത്യൻ ഫുഡ് കഴിക്കാതെ ആ രാജ്യത്തിൻ്റെ ഫുഡ് കഴിക്കുക. ഞാനിങ്ങനെ മാസങ്ങളോളം യാത്ര ചെയ്യുന്നുണ്ട് കേട്ടോ ഇന്ത്യൻ ഫുഡൊക്കെ കഴിക്കണേ. അപ്പോൾ എനിക്ക് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ ഇഷ്ടമല്ലായിട്ടല്ല, എനിക്ക് ഏറ്റവും വിഷമം എന്താ അറിയോ, വേറെ രാജ്യത്ത് പോകുമ്പോൾ ഇന്ത്യൻ ഫുഡ് ഞാൻ പറയില്ല, ആ താലിക്ക് 950 രൂപയാണ്. നമ്മൾ നാട്ടിലാണെങ്കിൽ 100 റുപ്യ കഴിക്കും, 200 റുപ്യക്ക് ബെട കിട്ടും. ആ ഒരു പ്രശ്നം. അതിൻ്റെ ഓണർ മലയാളിയാണ്, മൂപ്പരത് കേട്ടിട്ടുണ്ടെങ്കിൽ എന്നെ തല്ലും. ഞാൻ കുറ്റം പറഞ്ഞല്ല, മനസ്സിലാക്കില്ലേ, ഒരു പൊതുവായിട്ടുള്ളൊരു കാര്യം പറഞ്ഞതാ. നിങ്ങൾ ഇന്ത്യൻ ഫുഡ് കഴിച്ചോളി വരുന്നവരൊക്കെ. അപ്പോൾ അങ്ങനെ ഏറ്റവും നല്ലത് ഒരു രാജ്യത്ത് പോകുമ്പോൾ 4-5 ദിവസത്തിന് പോകുമ്പോൾ ആ രാജ്യത്തെ മാക്സിമം ഫുഡ് കഴിച്ചു നോക്കുക. പിന്നെ ക്യാമറ ഓണാക്കിയത് ഇപ്പം 4:30 ആയിട്ടുള്ളൂ. നോക്കി ഇരുടായി, ഫുള്ള് ബ്ലോക്കും കാര്യങ്ങളാണ്. ഞങ്ങൾ പുള്ളിക്ക് ഇന്ത്യൻ ലാംഗ്വേജ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. യൂസേ, ഞാൻ നിന്നെ പ്രേമിക്കുന്നു. ഇൻ ദിസ് കീ ലാംഗ്വേജ് ഞാൻ നിന്നെ പ്രേമിക്കുന്നു. യാ ലുലു ലുബുലു. സെയിം. I love you. No, я тебя не люблю я. Я тебя уважаю. Орш പിന്നെ സുഖമാണോ? Сейчас я тебя переведу, подожди. പുള്ളി വൈഫിനോട് ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പോട്ടെ. ഇപ്പം എന്തെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. നോക്കിയോ. Я тебя уважаю, говорю. Молодец. I respect you. I respect you, I say. അതാ. സുഖമാണോ? Сколько ману? സുഖമാണോ? Сколько ману? കത്തില. Как дела? Сколько ману? കത്തില. നമസ്കാരം. Индия, да? നമസ്കാരം. Намаскарам. നമസ്കാരം. Привет. Намаскарам. No, привет нету. Как പിന്നെ no. Сколько юну? Здравствуйте. നമസ്കാരം. Намаскарам. Здравствуйте. Намаскарам. Намаскарам. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ റൂമിലോട്ടാണ് പോകുന്നത്. നമ്മൾ അപ്പാർട്ട്മെൻ്റ് ആണ് എടുത്തത് കേട്ടോ. ഇതാണ് നമ്മൾ അപ്പാർട്ട്മെൻറ്റ്. കയറി വന്നപാടെ ബ്യൂട്ടിഫുൾ, അതായത് 2 റൂം എക്സ്ട്രാ ഉണ്ട്. അവിടെ നമ്മൾ കിടക്കുന്നില്ല, പകരം ഈ ഒരു ബെഡ് കിടക്കാന്ന് വെച്ചു. ഈ ഹാളിൽ ഇതാണ് ബെഡ് ഉണ്ട്, ഈ TV ഉണ്ട്, അതുപോലെ ബ്യൂട്ടിഫുൾ കിച്ചൺ ഉണ്ട്. എല്ലാ സെറ്റപ്പും ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ബാത്റൂം കാണിച്ചിരുന്നോ? എല്ലാവർക്കും വരുമ്പം എല്ലാവർക്കും ഇഷ്യൂ ഉള്ള കേസാണ് ബാത്റൂം. നിങ്ങൾ പേടിക്കണ്ട, ഈ രാജ്യത്തൊക്കെ വരുമ്പോൾ അവർ ബാത്റൂം ഒക്കെ നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ. ഞാൻ അവിടെ അവിടെ അലക്കാനിട്ടേക്കണം കേട്ടോ, അലക്കാനിട്ടേക്കണം. നമ്മൾ ഇന്ത്യയിലാണ് റൂം എടുക്കുമ്പോൾ ബാത്റൂം നോക്കേണ്ട ആവശ്യം വരുന്നത്, വൃത്തി ഉണ്ടോ ഇല്ലയോ. ഇവിടെയൊക്കെ നല്ല വൃത്തി ഉണ്ടാവും. അപ്പോൾ ഇതാ അടുപ്പ്, കാര്യങ്ങൾ ഇറ്റാലിയൻ അടുപ്പാണ്. സോ ഗൈസ്, ഇത്രയാണ് നമ്മളെ വീഡിയോ ഉള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് പോയതും എല്ലാം കണ്ടു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ ഗൈസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും കസാക്കിസ്ഥാനിലോട്ട് വന്ന് ഇവിടെയൊക്കെ യാത്ര ചെയ്യണം, ഇതുപോലെ അപ്പാർട്ട്മെൻറ്റിൽ നിൽക്കണം, എന്നിട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അവർ നിങ്ങൾക്ക് വേണ്ട കസ്റ്റമൈസ്ഡ് പാക്കേജ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരും. സോ ഗൈസ്, ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറക്കണ്ട, കോൺടാക്റ്റ് ചെയ്യുക. എന്നിട്ട് ഇങ്ങോട്ടൊക്കെ വരിക. ഇന്ത്യക്കാർക്ക് വിസ വേണ്ടാത്ത രാജ്യമാണ്. സോ ഫ്രീ ആയിട്ട് വന്നിട്ട് ഇറങ്ങിച്ചിട്ട്. സോ ബൈ.